ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ TEF എന്ന് പറഞ്ഞ ബിസിനസ് എന്താണ്, അതിൻ്റെ സ്ട്രാറ്റജി എന്താണ്, അതിൽ നിന്ന് എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാം, അതിൻ്റെ നമുക്ക് കുറേ അധികം മുതൽ മുടക്കുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ പേര് അഫ്സത്ത് ബീവി. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്, ഒരു ഹൗസ് വൈഫാണ്. ഞാൻ എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. ചിലപ്പം ഒരു ടൈം ഉണ്ടാവും, അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരും ക്ഷമിക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ TEF എന്ന് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. TEF എന്ന് പറയുന്നത് ഒരു കമ്പനിയോ ഒരു ഓർഗനൈസേഷൻ അങ്ങനെയൊന്നുമല്ല. TEF എന്ന് പറഞ്ഞത് ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ബിസിനസ് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നുള്ള ബിസിനസ് പഠിപ്പിച്ച് തരിക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി TEF എങ്ങനെയാണ് വർക്ക് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്പുകൾ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഷെയർ ചാറ്റ് അങ്ങനെ തുടങ്ങി ഏത് സോഷ്യൽ മീഡിയ നമുക്ക് പബ്ലിക്കിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് ട്രെയിനിങ് തന്ന് പഠിപ്പിച്ച് നിങ്ങളൊരു ബിസിനസ് ഓണറാക്കുക എന്നുള്ളതാണ് TEF എന്ന് പറഞ്ഞ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ TEF എന്ന് പറഞ്ഞ ബിസിനസ് സ്ട്രാറ്റജിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അതൊരു കമ്പനി വേണമല്ലോ, നമുക്ക് ബിസിനസ് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ് മാഗ്നസ എന്ന് പറഞ്ഞ കമ്പനി. ഇന്ത്യയിൽ തന്നെയുള്ള 10 വർഷത്തോളമായി റൺ ചെയ്ത് പോകുന്ന, നല്ല രീതിയിൽ റൺ ചെയ്തു പോകുന്ന കമ്പനിയാണ്. ചെന്നൈയിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത്. അതിൻ്റെ ബ്രാഞ്ചുകൾ ഇന്ത്യയിൽ 350-ൽ പരം ഫ്രാഞ്ചൈസികൾ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലായിട്ടുണ്ട്. നമ്മൾ മാഗ്നസ എന്ന് പറഞ്ഞ കമ്പനി ഹെൽത്ത് ആൻഡ് വെൽത്തിനുള്ള കമ്പനിയാണ്. അതിൻ്റെ കുറേ അധികം പ്രോഡക്റ്റുകളുണ്ട്. 50-ൽ പരം പ്രോഡക്റ്റുകൾ കമ്പനി വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ഹോം കെയർ, അതായത് വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകളുണ്ട്. അതായത് സോപ്പ്, പേസ്റ്റ്, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, ജെൽ വാഷ്, മൾട്ടിപർപ്പസ് ക്ലീനർ, അങ്ങനെയുള്ള പല പ്രോഡക്റ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്യൂട്ടി പ്രോഡക്റ്റുകളുണ്ട്. ഫേസ് വാഷ്, അങ്ങനെയുള്ള കുറേ അധികം പ്രോഡക്റ്റുകളുണ്ട്. പിന്നീട് ഉള്ളത് ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള പല വിറ്റാമിൻസുകളുടെയും കുറവുകൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ. അത് നമ്മുടെ ഫാസ്റ്റ് ഫുഡും അതും ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഇതാണ്. അപ്പം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ അധികം ന്യൂട്രീഷൻ നമ്മുടെ ഇതിലുണ്ട്. ഓരോ ഇതിനുള്ളതും ലെൻസ്, ഹാർട്ട്, അങ്ങനെ ഉള്ളത്. അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മെൻസസുമായിട്ട് ബന്ധപ്പെട്ട അതിനുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് യൂട്രി കെയർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. അതുപോലെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ള സ്ലിം ടീ, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞു തന്നു. ഇനി നമുക്ക് ഇതിൽ എങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് നോക്കാം. TEF എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് സ്ട്രാറ്റജിയിൽ 50 പോയിൻ്റാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നത്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ക്യാഷ് ഇങ്ങോട്ട് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അവർ വെച്ച ഒരേ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വെറും 50 പോയിൻ്റ് എന്നുള്ള ക്രൈറ്റീരിയ ആണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷനും കമ്പനി തരുന്നുണ്ട്. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കയ്യിൽ നിന്ന് 1 രൂപ പോലും മുടക്കാതെ നമുക്കൊരു ബിസിനസ്സിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണല്ലേ.
അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമുക്ക് കമ്പനിയിൽ ഞാൻ പറഞ്ഞതുപോലെ കുറേയധികം പ്രോഡക്റ്റുകളുണ്ട്. ആ പ്രോഡക്റ്റുകളിൽ നിന്ന് ഏതെങ്കിലും പ്രോഡക്റ്റ് നമുക്ക് കൺസ്യൂമേഴ്സിനെ ബിൽഡ് ചെയ്തിട്ട് അവർക്ക് വിൽക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഒരു ID മാഗ്നസ എന്ന് പറഞ്ഞ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ID ക്രിയേഷന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ KYC ഡീറ്റെയിൽസ് മാത്രമാണ്. അതായത് നിങ്ങളെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയും ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ ഒരു ID ക്രിയേഷൻ നടക്കും. അത് ഫ്രീ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് ID ക്രിയേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ID യൂസ് ചെയ്തിട്ട് മറ്റുള്ള കസ്റ്റമറിലേക്ക് കൺസ്യൂമേഴ്സിനെ ബിൽഡ് ചെയ്ത് നമുക്ക് ഈ ഇതിലുള്ള പല പ്രോഡക്റ്റുകൾ വിൽക്കാൻ പറ്റും. ആ പ്രോഡക്റ്റുകൾ വിൽക്കുമ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഓരോ രീതിയിലുള്ള പോയിന്റുകളുണ്ടാവും. ചിലതിന് 1 പോയിന്റ് ഉണ്ടാവും, ചിലതിന് 2 പോയിന്റ് ഉണ്ടാവും, ചിലതിന് 5 പോയിന്റ് ഉണ്ടാവും, ചിലത് 3 പോയിന്റ് ഉണ്ടാവും. 10 പോയിന്റ് ഉള്ള പ്രോഡക്റ്റുകളുണ്ട്. നമ്മൾ യൂട്രി കെയർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ 10 പോയിന്റ് കിട്ടും. അങ്ങനത്തെ 5 പ്രോഡക്റ്റ് നമ്മൾ വിറ്റ 50 പോയിൻ്റായി. ഈ 50 പോയിന്റും നമുക്കവിടെ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു റീറ്റെയിൽ പ്രോഫിറ്റ് 2000-ലധികം രൂപയോളം നമുക്ക് അവിടെ റീറ്റെയിൽ പ്രോഫിറ്റ് നമ്മുടെ കയ്യിലേക്ക് വരും. ഫ്രീ ആയിട്ട് കിട്ടുന്ന 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് പറയുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് 50 പോയിൻറ്റിൻ്റെ സാധനങ്ങൾ നമ്മൾ സ്വയം പർച്ചേസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് 50 പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഇത് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് എടുക്കാൻ പറ്റും. ഇനി ബ്യൂട്ടി പ്രോഡക്റ്റ് വേണ്ട ആളുകൾക്കാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. ഇതിലേതൊക്കെ പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം കൂടെ നമ്മൾ 50 പോയിൻറ്റിൻ്റെ ഒന്നിച്ച് പർച്ചേസ് ചെയ്താൽ നമ്മൾ ലൈഫിൽ ഒരൊറ്റ ടൈം അവിടെ 50 പോയിൻ്റ് എന്നുള്ളത് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. 50 പോയിൻ്റ് ഒന്നിച്ച് എടുക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. അല്ലാതെ നമ്മൾ കൺസ്യൂമേഴ്സിനെ ബിൽഡ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു ഇതിൻ്റെ ഭാഗം കൂടിയുണ്ട്. അങ്ങനെ 50 പോയിൻ്റ് നമ്മൾ കൺസ്യൂമേഴ്സിനെ ബിൽഡ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഈ മാസം ഒരു 20 പോയിൻറ്റിൻ്റെ സാധനം വിൽക്കും, ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും 20 പോയിൻറ്റിൻ്റെ. അങ്ങനെ ചിലപ്പോൾ ഒരൊറ്റ ആഴ്ചയിൽ തന്നെ നമുക്ക് 50 പോയിൻറ്റും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വലിയ പ്രോബ്ലം വരില്ല. അല്ലാതെ നമ്മൾ കൺസ്യൂമേഴ്സിനെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ചെറിയ ചെറിയ രീതിയിൽ 2-3 മാസമൊക്കെ എടുത്തിട്ടാണ് എങ്കിൽ 50 പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ മാസവും നമ്മൾ 5 പോയിൻറ്റിൻ്റെ സാധനങ്ങൾ നമ്മുടെ ID യൂസ് ചെയ്തിട്ട് വാങ്ങേണ്ടതായിട്ട് വരും. അപ്പം അത് അവിടെ ഒരു ഇത് പറയുന്നതാണ്. അല്ലാതെ കമ്പനി നമുക്ക് എന്തായാലും ഒരാളും ഫ്രീ ആയിട്ട് വെറുതെ ക്യാഷ് തരില്ലല്ലോ. അവർക്കും അവരുടെ ബിസിനസ് നടന്നു പോകണമല്ലോ. പിന്നീട് നമ്മൾ ഈ 50 പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്ത് 2 രീതിയിലാണെങ്കിലും 50 പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾ പിന്നീട് വരുന്നത് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു ടീം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് 2 ടീമാണ് ഉണ്ടാവുക. ഒരു A ടീമും രണ്ടാമത്തത് B ടീമുമാണ് ഉണ്ടാവുക. A ടീമിലും ഒരാളും B ടീമിൽ ഒരാളും ആയാൽ നമുക്ക് അതിൽ നിന്ന് ഫണ്ട് നമുക്ക് കയ്യിലേക്ക് കിട്ടും. ഈ A ടീമും B ടീമും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെൻറ്റേഴ്സ്, അതുപോലെ ലീഡർമാർ, നമ്മുടെ ഓരോ ഉയർന്ന റാങ്കിൽ സ്റ്റാർ, ബ്രോൺസ്, പേള്, സിൽവർ, അങ്ങനെ ഡയമണ്ട് പല എക്സിക്യൂട്ടീവ് ലെവലിൽ നിൽക്കുന്ന നമ്മുടെ ലീഡേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മളിനി മിനിമം ഒരു 3 മാസം കൊണ്ട് ഒരു 4 ആളുകളെങ്കിലും നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ 50 പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടീമായിട്ട് വരും. ആ ടീമിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ലീഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ടീം സെറ്റ് ചെയ്ത് ഫസ്റ്റ് തന്നെ ടീം സെറ്റ് ചെയ്ത് തരും. ആ ടീം സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടീമിൽ 10,000 രൂപ നമുക്ക് വരുമാനമാവുന്ന സമയത്ത് നമുക്കവിടെ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് മാറും. സ്റ്റാർ 10,000 രൂപ അച്ചീവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ ഫാസ്റ്റ് ട്രാക്ക് ബോണസ് എന്ന് പറഞ്ഞിട്ട് ഒരു 5,000 രൂപ കമ്പനി ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് കിട്ടി, സ്റ്റാർ എക്സിക്യൂട്ടീവായി. അവിടുന്ന് പിന്നെയും നമ്മൾ നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ട് ടീം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് വഴി നമുക്ക് ബ്രോൺസ്, പേള്, അങ്ങനെ സിൽവർ, ഡയമണ്ട്, റൂബി,
എമറാൾഡ്, അങ്ങനെ ബ്ലൂ ഡയമണ്ട്, അങ്ങനെ പോയിട്ട് പല രീതിയിലുള്ള റാങ്കിലേക്ക് വരും. ബ്രോൺസ് എക്സിക്യൂട്ടീവ് ലെവൽ മുതൽ നമുക്ക് ബിസിനസ്, അതായത് ഫോറിൻ ട്രിപ്പുകൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ഫോറിൻ ട്രിപ്പുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് പോയി തിരിച്ചു വരുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ ഒരു 10,000 രൂപയോളം നമ്മുടെ പോകുന്നതിന് വേണ്ടിയിട്ടും കമ്പനി നമുക്ക് ബോണസ് തരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ രീതിയിലും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് മാഗ്നസ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം. ഞാനിതിൻ്റെ 2 രീതിയും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. അതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. എന്നെപ്പോലെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബൈ.